സർക്കാരിനെതിരെ ഇപ്പോൾ നടക്കുന്നത് ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഉദ്യോഗസ്ഥർ ഒറ്റയ്ക്ക് പലരെയും കാണാൻ പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വളരെ വലിയ ഗൂഢാലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രചരണമാണ്, സംഘടിതമായ. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. ADGP CPM നേതാവല്ലെന്നേ. എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പം അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് RSSുമായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള എതിർപ്പ് അത് ഞങ്ങൾക്ക് ശക്തമായി തന്നെ ഉറപ്പിച്ച് തന്നെ എക്കാലത്തും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു നേതാവും ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വിനീത വിധേയനായി കൂപ്പുകൈകളോടെ നിൽക്കാത്തത്. ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടിയാണ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞിട്ടുള്ളത്. രമീസ് വിശദാംശങ്ങളുമായി ചേരുന്നു. രമീസ്, വളരെ ആസൂത്രിതമായി സർക്കാരിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നു. ADGPയുടെ യാത്ര, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ യാത്ര എന്ന നിലയിൽ RSS നേതാക്കളും മറ്റുമായി കണ്ടു എന്ന് പറയുന്ന വിഷയത്തെ CPIMുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ട്. മാധ്യമ വാർത്തകളിൽ ആ നിലയിൽ അത് വരുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എം.പി. രാജേഷ് പറഞ്ഞ ചില ഭാഗം നമ്മൾ കേട്ടു. വ്യക്തമായി അദ്ദേഹം നൽകിയ ഒരു മറുപടി എന്താണ്? രാഷ്ട്രീയ മറുപടി എന്താണ്? തീർച്ചയായും ശരത്, ADGPയുടെ വിഷയം മുന്നിൽ നിർത്തി സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള വലിയൊരു ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് മന്ത്രി എം.പി. രാജേഷ് കൃത്യമായി ഇതിൽ നയം വ്യക്തമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് RSS എന്നും RSSുകാർ ശത്രുവെന്ന് കണക്ക് കൂട്ടിയവരിൽ പ്രധാനികളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും അതുകൊണ്ട് തന്നെ ഈ RSSനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ചേർത്ത് നിർത്തുന്നത് ഒരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് മന്ത്രി എം.പി. രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥർ പലരെയും കാണാൻ പോവാറുണ്ട്. അതൊക്കെയും തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗത്തിൽ ഉൾക്കൊള്ളും. അതൊക്കെയും തന്നെ ചേർത്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുക എന്നും കൂടി മന്ത്രി എം.പി. രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടിയുടെ വിലയിട്ടവരാണ് RSS എന്നും അപ്പോൾ ഇത്തരത്തിലുള്ള RSSുമായി യാതൊരു വിധത്തിലും ബന്ധം പുലർത്താത്തവരും RSSനെ മാറ്റി നിർത്തുന്നവരുമാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ RSSുമായി കൂട്ടിച്ചേർക്കുന്നത് അത് സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ഒരു വലിയ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണെന്നാണ് മന്ത്രി എം.പി. രാജേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി, റമീസാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്.